വായടി, ഇതാണ് എന്റെ അമ്മയുടെ ഫോട്ടോ. നോക്ക്. എന്റെ മോളുടെ പേരും പ്രീതു എന്നാണ്. എന്റെ പ്രീതുവിനും 7 വയസ്സാണ്. സെയിം നെയിം, സെയിം ഡേറ്റ് ഓഫ് ബർത്ത്. ഇനി എന്തൊക്കെ കോയിൻസിഡൻസ് ആണോ എന്തോ നമുക്കിടയിൽ വരാൻ പോകുന്നത്. നിനക്ക് അമ്മയെ അറിയോ? ഒന്ന് നോക്ക്. പ്രീതു, എനിക്കിവരറിയാം. ഇതെന്റെ ബോസ് ആണ്. അത് ഇവരെയാണ് നമ്മൾ മോൺസ്റ്റർ ബോസ് എന്ന് വിളിക്കുന്നത്. അവര് തന്നെ ഇത്. വായടി, നിനക്ക് അമ്മയെ അറിയാവോ? പ്രീതു, ഇതാണ് നിന്റെ അമ്മ. ആഹാ, ഇത് തന്നെ എന്റെ അമ്മ, മിസ്സിസ് നന്ദിത സുദേവ്. ആ, എന്റെ അമ്മയെ കിട്ടിയല്ലോ. പ്രീതു, നിനക്ക് നിന്റെ അമ്മയെ കിട്ടിയിരിക്കുന്നു. വായടി, വാ വാ, നമുക്ക് ഇപ്പൊ തന്നെ അമ്മയുടെ അടുത്തേക്ക് പോവാം. അമ്മയെ കിട്ടിയല്ലോ. എനിക്ക് ഈ വീട് വിട്ട് പോണം രാഖി. എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇത്ര നേരമായിട്ട് ട്രൈ ചെയ്യുന്നു, കിട്ടുന്നില്ല. അങ്ങനെ പറയല്ലേ വായടി. ഞാനിത്തവണ വെയിറ്റ് ചെയ്യില്ല. ഞാൻ അത്രയ്ക്ക് അടുത്ത എന്റെ അമ്മയുടെ. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഞാൻ ഒരു മിസ്റ്റേക്കും ചെയ്യില്ല വായടി. വാ, അമ്മയുടെ വീട്ടിൽ പോവാം. വാ, ഇപ്പൊ തന്നെ പോവാം. അമ്മ എവിടെ താമസിക്കുന്നോ അവിടെ ഇപ്പൊ തന്നെ പോണം വായടി. പ്രീതു, അമ്മയുടെ അഡ്രസ് എനിക്ക് അറിയില്ലല്ലോ. പക്ഷെ എനിക്ക് അത് ഓഫീസിൽ നിന്ന് എടുക്കാൻ സാധിക്കും. വാ വാ വാ, പെട്ടെന്ന് പോവാം. ആ ശരി, ഓഫീസിൽ പോവാം. ആ, ഇതാണോ നിന്റെ ഓഫീസ്? പ്രീതു, ശ്രദ്ധിച്ചിറങ്ങ. മാഡം, നിങ്ങളിവിടെ? അതെ ചേട്ടാ, അതെ. പ്ലീസ് 2 മിനിറ്റ് എനിക്ക് ആ വാതിൽ തുറന്നു തരുമോ? ഒരു അർജന്റ് വർക്ക് ഉണ്ടായിരുന്നു. ഐ എം സോറി മാഡം, എനിക്ക് വാല് തുറന്നു തരാൻ പറ്റില്ല. അതിപ്പോ എത്ര അർജന്റ് ആയാലും ശരി. അതെ, ഞാൻ 2 മിനിറ്റ് അല്ലേ ചോദിച്ചോളൂ. പിന്നെ ചേട്ടൻ എന്നെ അറിയാലോ, ഞാൻ ഇവിടെയല്ലേ ജോലി ചെയ്യുന്നത്. റൂളാണ് മാഡം. ആരവ് സാറിന്റെ പെർമിഷൻ ഇല്ലാതെ എനിക്ക് വാതിൽ തുറക്കാൻ കഴിയില്ല. എന്റെ ഇവിടുത്തെ പണി പോയി കിട്ടും. മാഡത്തിന് അറിയാലോ സാർ അത്ര സ്ട്രിക്റ്റ് ആണെന്ന്. അങ്ങനെ പറയല്ലേ അങ്കിൾ. എനിക്ക് ഒരമ്മ മാത്രമല്ലേ ഉള്ളൂ. അങ്കിൾ, ഞാൻ എത്ര ദിവസം അമ്മ അന്വേഷിക്കുമെന്നറിയോ? എന്നിട്ട് അമ്മയെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഇനി ഞാൻ എന്ത് ചെയ്യും? ഇല്ല പ്രീതു, ഇല്ല, കരയല്ലേ. ഞാനില്ലേ, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഓക്കെ? പ്രീതുവോ? എന്ത് പ്രീതു? ആരുടെ കാര്യമാ മാഡം പറയുന്നത്? ആരോടും സംസാരിക്കുന്നില്ല. ചേട്ടൻ പ്ലീസ് ആ വാതിലൊന്ന് തുറന്നു തരുമോ? 7 വയസ്സുള്ള ചെറിയൊരു കുട്ടി ചേട്ടനോട് റിക്വസ്റ്റ് ചെയ്യാണ്. പ്ലീസ്, വളരെ അർജന്റ് ആയിട്ടുള്ള ഒരു ജോലിയാ. പിന്നെ ചേട്ടന്റെ വീട്ടിലും കുട്ടികൾ കാണുമല്ലോ. പ്ലീസ് വാതിലൊന്ന് തുറന്നു തരൂ പ്ലീസ്. ഇല്ലില്ല, ഇവിടെ ഒരു വാതിലും തുറക്കുന്നില്ല. മാഡം ഇവിടെ നിന്ന് പോയേ. പോകുന്നേ. ഒന്ന് പോകും. നീ കൈകൂപ്പ്. ഇങ്ങനെ കൈകൂപ്പിട്ട് പറ. ഇങ്ങനെ വെച്ചിട്ട് പറ. ഇല്ല പ്രീതു, ഈ സമയം കൈ കൂപ്പാനുള്ളതല്ല, കൈ ഒടിക്കാനുള്ള സമയമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ വാതിൽ തുറക്കാൻ. അല്ലെങ്കിൽ ഒരു കൊച്ചു കുഞ്ഞിന്റെ ശാപം നിങ്ങൾ കേൾക്കേണ്ടി വരും. മാഡം വിടൂ. മാഡം എന്താ ചെയ്യുന്നത്? അതെ, പുറത്തു പോകാൻ. അങ്കിൾ പ്ലീസ്, എനിക്ക് ഒരമ്മയല്ലേ. വന്നിരിക്കുന്നു ശല്യം ചെയ്യാനായിട്ട്. ശരിയാ, ഇവരെന്താ ഇങ്ങനെ? നന്ദിത, എനിക്കറിയാം സുധേ സമ്മതിക്കില്ലെന്ന്. അവൻ ആകെ പേടിച്ചിരിക്കുകയാണെന്ന്. പക്ഷെ നിനക്ക് നാളെ രാവിലെ പോകാമല്ലോ. ഈ രാത്രിയിൽ തന്നെ എന്തിനാ നീ പോകുന്നേ? ഇല്ല,
സുദേവ് ഇതിനു മുൻപ് ഇത്രയ്ക്ക് പാനിക് ആയിട്ടില്ല. ഓൾറെഡി 4 തവണ എന്നെ വിളിച്ചിരിക്കുന്നു. ഐ ആം ഷുവർ ഇതിനെല്ലാം എന്റെ ആക്സിഡന്റുമായി തീർച്ചയായിട്ടും എന്തോ ബന്ധമുണ്ട്. എനിക്ക് ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല രാഖി. എനിക്ക് പോയേ പറ്റൂ. ടേക്ക് കെയർ. പ്ലീസ് ഒന്ന് ശ്രദ്ധിക്കണേ. ബൈ. പോവാം. വായടി, ഇനി ഞാൻ എന്ത് ചെയ്യും? എങ്ങനെ കണ്ടുപിടിക്കും ഞാൻ എന്റെ അമ്മയെ? എങ്ങനെ എങ്ങനെ അമ്മയുടെ അഡ്രസ് കിട്ടും? എന്ത് ചെയ്യും? പ്രീതു, നമുക്കൊരു വഴിയുണ്ട്. എന്ത് വഴി? സുചിയുടെ ഫോൺ? അതും ഈ സമയത്തോ? ആ സുചി, പറയേ. ഹലോ സാർ, എനിക്ക് സാറിന്റെ ഒരു ഹെൽപ്പ് വേണം. ഈ സമയത്തോ? സുചി, നീ ഓക്കെ ആണല്ലോ അല്ലേ? സർ, ഞാനിപ്പോ ഓഫീസിന് പുറത്ത് നിൽക്കുക. ഇവരെന്നെ അകത്തേക്ക് പോകാൻ അനുവദിക്കുന്നില്ല. വളരെ അത്യാവശ്യ കാര്യോ. സർ പ്ലീസ് ഇവരോടൊന്ന് വാതിൽ തുറക്കാൻ പറയോ? സുചി, താൻ ഓഫീസിന് പുറത്തോ? ഇത്രയും ലേറ്റ് ആയിട്ടും? ഈസ് എവറിത്തിങ് ഓക്കെ? സർ ചോദിച്ചതിനുള്ള മറുപടി പറയൂ. സാറിന് ഓഫീസ് തുറക്കാൻ പറ്റോ ഇല്ലയോ? സുചി, എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ രാത്രിയിൽ എന്ത് ആവശ്യത്തിന് വേണ്ടിയാ നിനക്ക് ഇപ്പൊ ഓഫീസ് തുറക്കാനുള്ളത്? ഞാൻ വിചാരിച്ചതാ ഇയാൾ ആരെയും ഒരിക്കലും സഹായിക്കില്ലെന്ന്. ആരോ സാറിന്റെ കോളാണ്. എടുക്ക്. ഹലോ സുചി, നീ കാര്യം എന്താണെന്ന് പറഞ്ഞാലല്ലേ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റൂ. പറ, എന്ത് ഹെൽപ്പാ വേണ്ടേ? അമ്മ, വായടി, എന്തേലും ചെയ്യൂ. എനിക്ക് നന്ദിത മാമിന്റെ അഡ്രസ് വേണം. വളരെ അത്യാവശ്യം ആയതുകൊണ്ടാ. ഇറ്റ്സ് വെരി അർജന്റ്. നന്ദിതയുടെ അഡ്രസ്സോ? ഐ ഹോപ്പ് എവറിത്തിങ് ഇസ് ഓൾറൈറ്റ് സുചി. അത് ഇത്ര മാത്രം പറയാം. ഒരാൾ അവരെ വളരെ അത്യാവശ്യമായിട്ട് അന്വേഷിക്കുകയാണ്. സുചി, നീ ഒട്ടും തന്നെ വിഷമിക്കേണ്ടതില്ല. ഞാൻ ഇപ്പൊ തന്നെ നിനക്ക് നന്ദിതയുടെ അഡ്രസ് അയച്ചു തരാം. താങ്ക് യു സോ മച്ച് സാർ. പ്രീതു, നിന്റെ അമ്മയുടെ അഡ്രസ് കിട്ടിയല്ലോ. വായടി, സത്യാണോ? അപ്പൊ എന്റെ അമ്മയെ കിട്ടുമല്ലോ അല്ലേ? ഇനി മോളുടെ അമ്മയെ കാണുന്നതിൽ നിന്ന് മോളെ ആർക്കും തടയാനാവില്ല. വാ പോ. എവിടെ പോയി? അല്ല, ഇത് എവിടെ പോയി? ഞാൻ ഇതിലല്ലേ വെച്ചത്? എന്തെങ്കിലും എടുക്കാൻ വിട്ടുപോയോ മാഡം? ആ ഡ്രൈവർ, പെട്ടെന്ന് വണ്ടി ഒന്ന് തിരിക്കോ. വീട്ടിലേക്കൊന്ന് പോണായിരുന്നു. ആ ശരി എന്റെ മോളുടെ ഫോട്ടോ ചിലപ്പോ അവിടെ തന്നെ കാണും. പെട്ടെന്ന് യൂ ടേൺ എടുക്കൂ. ശരി. അമ്മേ, ഞാൻ വന്നു. ആന്റി ഒന്ന് മാറ്. രാഖി മാം, നിങ്ങളോ? മാം എവിടെയാണോ താമസം? ആ, ഇതെന്റെ വീടാ. ആ, ഞാൻ നന്ദിത മാമിനെ കാണാൻ വന്നതാ. നീ ഇന്ന് ഇപ്പോ തന്നെ ഈ ജോബ് റിസൈൻ ചെയ്യ്. എന്നിട്ട് ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേൾക്ക്. ഐ ആം ഷുവർ ഇതിനെല്ലാം എന്റെ ആക്സിഡന്റുമായി തീർച്ചയായിട്ടും എന്തോ ബന്ധമുണ്ട്. അമ്മ, അമ്മ, ഞാൻ പ്രീതുവാ. നിക്ക് രാഖി മാം, ഞാൻ അകത്തേക്ക് വന്നോട്ടെ? വേണ്ട, സോറി. അമ്മ, ഞാൻ വന്നു. ആന്റി, ഞങ്ങൾ ഒന്നകത്തേക്ക് പൊക്കോട്ടെ. നോക്കൂ, എനിക്ക് നന്ദിത മാമിനോട് വളരെ അർജന്റ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. അതുകൊണ്ടാ ഞാൻ. അവൾ ഇപ്പൊ ഇവിടെ അല്ല താമസിക്കുന്നത്. ഇല്ല, അങ്ങനെയൊന്നും അല്ല. എന്റെ അമ്മ ഇവിടെ തന്നെ കാണും. ഞാൻ നോക്കട്ടെ. അമ്മ, ഞാൻ വന്നു. വായടി, വേഗം വരൂന്നേ. ഇവിടെയല്ല
താമസിക്കുന്നതെന്ന് വെച്ചാ പിന്നെ എവിടെയാ ഉള്ളത്? ഞാൻ പറഞ്ഞല്ലോ ഇവിടുന്ന് പോകാൻ. ജസ്റ്റ് ലീവ്. പറയൂ, നന്ദിത മാമിന് എന്താ പറ്റിയത്? ഞാൻ അങ്ങനെയൊന്നും പോവില്ല. അമ്മ അമ്മ എവിടെയാ? എവിടെയാ നന്ദിത മാം? അല്ല താമസിക്കുന്നതെന്ന്. എന്താ? എനിക്ക് അകത്തേക്ക് വരണം. എന്താന്ന്? വായാടി, ദേ നോക്കിയേ, അമ്മയുടെ സാരി. അമ്മ ഇവിടെ തന്നെ കാണും. അമ്മ എവിടെയാ അമ്മ? കുറച്ചൊന്ന് വേഗത്തിൽ പോവോ പ്ലീസ്? ശരി, വേഗം പോവാം. ഇല്ല, നിങ്ങൾ എന്തോ ഒളിക്കുന്നുണ്ട്. എന്നിൽ നിന്ന് എന്തോ ഒളിക്കുന്നത് രാഖി മാം. വായാടി, അകത്തേക്ക് വരൂ. അമ്മയുടെ സാരി കിട്ടി. ഇന്ന് ഈ കുഞ്ഞിന് അവളുടെ അമ്മയെ കാണുന്നതിൽ നിന്ന് ആർക്കും തടയാനാവില്ല. ഒരല്പം കൂടി വേഗത്തിൽ പോകുന്നേ. ശരി മാഡം. നന്ദിത മാം, താനിത് എന്താ കാണിക്കുന്നേ? ഇതെങ്ങനെയാ ഒരാളുടെ വീട്ടിലേക്ക് ഇങ്ങനെ ഇടിച്ചു കയറി നന്ദിത വരുന്നത്? മാം. തനിക്കൊരു മര്യാദയില്ലേടോ? പറയൂ മാം, എവിടെയാ മാം? അത് തന്നോട് പറയേണ്ട ഒരു കാര്യമല്ല. ജസ്റ്റ് ഗെറ്റ് ഔട്ട്. നന്ദിത മാം, പറഞ്ഞല്ലോ നന്ദിത I'm ഇവിടെ Suji. ഇല്ലെന്ന്. Listen, മാം, just ഒന്ന് leave. മാറ്. ഇവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. വായാടി, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ദേ നോക്കിയേ. എന്താ വാതിലിന് പിന്നിൽ? അവിടെ ആയിരിക്കും എന്റെ അമ്മ. തനിക്കത് അറിഞ്ഞിട്ട് എന്തിനാ? താൻ ഇവിടെ നിന്ന് പോയേ. ആ വാതിലിന് പിന്നിൽ എന്താ? എന്ത് പെൺകുട്ടിയാടോ താൻ? അമ്മ, ഞാൻ വന്നു. പോകാൻ ഇവിടുന്ന്. നിങ്ങളൊന്ന് പറയൂ, ആ മുറിക്കുള്ളിൽ എന്താന്ന്? മറ്റുള്ളവരുടെ വീട്ടിൽ ഇടിച്ചു കയറാൻ പാടില്ല. പക്ഷേ ഞാൻ നന്ദിത മാമിനെ താനതറിയേണ്ട ഒരു കാര്യമില്ല. മാമിനെ കാണാൻ വേണ്ടി വന്നതാണ്. എനിക്കറിയാം ആ വാതിലിന് Just പിന്നിൽ leave. എന്താണെന്ന്. അമ്മ പോകാൻ. എന്നെ വിടാ. പെൺകുട്ടിയാ. വായാടി, വരൂന്നേ. എന്നെ വിട്. വിടാനാ പറഞ്ഞത്. വേഗം വാ വായാടി. ഹലോ, ആ സുജി. നീ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. ഞാൻ പോലീസിനെ വിളിക്കും. ഹലോ സുജി. സുജി, നിങ്ങൾ എന്നെ നിർബന്ധിച്ചതാ. എനിക്കറിയാം, മാം ഇവിടെ തന്നെയുണ്ട്. മാം, നന്ദിത മാം. മാം, എന്താ ഈ ചെയ്യുന്നത്? എന്റെ വായാടി, എന്തിനാ കൂട്ടിയിടുന്നത്? എന്റെ വായാടി വിട്. വായാടി. വാതില് തുറക്ക്, വാതില് തുറക്ക്. എന്റെ വായാടി. ഹലോ ഹലോ, പോലീസ് സ്റ്റേഷൻ. ചേട്ടാ, ഒന്ന് പെട്ടെന്ന് തീർക്കണേ, ഞങ്ങൾക്ക് പോകാൻ ധൃതിയുണ്ട്. മാഡം, വണ്ടിയുടെ 3 ടയറും പഞ്ചറാ. ഇന്നത്തെ ദിവസം മുഴുവനും നമുക്ക് വലിയൊരു ബാഡ് ഡേയാ. നമുക്ക് തിരിച്ചു പോകേണ്ടതല്ലേ മാഡം? ഇല്ല, എന്റെ മനസ്സ് പറയുന്നത് എന്റെ പ്രീതു അവിടെ തന്നെ ഉണ്ടെന്നാ. എന്ത്? ഞാൻ ഉദ്ദേശിച്ചത് എന്റെ മോള് പ്രീതുവിന്റെ ഫോട്ടോ അവിടെ തന്നെ കാണൂന്ന്. പിന്നെ എനിക്ക് എന്റെ പൊന്നു മോളുടെ ഫോട്ടോ വിട്ടിട്ട് ഒരിടത്തേക്കും പോവാൻ കഴിയില്ല. എനിക്ക് തിരിച്ചു പോയേ മതിയാവൂ. ഒന്നുമില്ല. നോക്കൂ, ഞാൻ ഇവിടെ മോഷണം പിടിച്ചു പറയാൻ നടത്തിയിട്ടില്ല. അതെ, ഞാൻ നന്ദിത മാമിനെ കാണാൻ ഇവിടെ വന്നത്. ഇൻസ്പെക്ടർ സാർ, സാർ ഇതിനൊന്നും എന്നെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. ആ, എന്റെ വായാടി ഒന്നും ചെയ്തില്ല. എന്റെ വായാടി വിട്ടേക്ക്. രാഖി, നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത്? എന്തിനു വേണ്ടി ഇതൊക്കെ? ഇവരെ കസ്റ്റഡിയിലെടുക്കൂ. നിങ്ങൾക്ക് ഇവരെ കസ്റ്റഡിയിൽ എടുക്കാൻ കഴിയില്ല. സർ, ഇദ്ദേഹം ഇവരുടെ ബോസാണ്. ഇപ്പോഴാണ് ഞാൻ ഇദ്ദേഹത്തോട് എല്ലാം പറഞ്ഞത്. ഇൻസ്പെക്ടർ, സാറിന് അറിയില്ല FIR ഇല്ലാതെ ഒരു പെൺകുട്ടിയെ ഇത്ര രാത്രിയിൽ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന്. ഇത് ലോ ആണ്. ഐ ഹോപ്പ് യു നോ. അവരെ വിട്ടേക്ക്.
നന്ദിതയ്ക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ അതിനെല്ലാം ഉത്തരവാദി നിങ്ങളായിരിക്കും മിസ്റ്റർ ആരവ് നായർ. ഇനി മേലിൽ എനിക്കോ അല്ലെങ്കിൽ നന്ദിതയ്ക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ അതിനെല്ലാം ഉത്തരവാദി നിങ്ങളായിരിക്കും മിസ്റ്റർ ആരവ് നായർ. വരൂ. വരൂ. അമ്മ വായടി, നീ ചോദിക്ക് എന്റെ അമ്മ എവിടെയാണെന്ന്. വായടി, ചോദിക്ക് 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 പ്ലീസ്. ആന്റി, എന്റെ അമ്മ എവിടെയാ? സുചി, ഈ രാത്രിയില് ഒറ്റയ്ക്ക് വീട്ടിൽ പോകുന്ന സേഫ് അല്ല. ഞാൻ തന്നെ വീട്ടിൽ കൊണ്ടുവിടാം. അല്ല, എനിക്ക് സ്കൂട്ടറുണ്ട്. എന്റെ ഡ്രൈവർ നിന്റെ സ്കൂട്ടി നാളെ വീട്ടിലെത്തിക്കും. ഉം. ഐ എം സോറി ടു ആസ്. പക്ഷേ അങ്ങനെ ഇപ്പൊ എന്ത് കാര്യത്തിനാ നീ ഈ സമയത്ത് നന്ദിതയെ കാണാൻ ഇറങ്ങി പുറപ്പെട്ടെ? അത് പേഴ്സണൽ ആണ് സർ. ശരി, നാളെ രാവിലെ ഓഫീസിൽ വെച്ച് നന്ദിതയെ കണ്ടോളൂ. അവര് നാളെ ഓഫീസിൽ വരും. നന്നായി നന്ദിത, നീ ലേറ്റായി വന്നത്. അറിയാമോ അവരിപ്പോഴാ ഇവിടുന്ന് പോയത്. നീ എത്രയും പെട്ടെന്ന് നിന്റെ റെസിഗ്നേഷൻ ലെറ്റർ മെയിൽ ചെയ്യുക. നിന്റെ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്യുക, എന്നിട്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകും.
എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, ഒറ്റ രാത്രി കൊണ്ട് അങ്ങനെ എന്താ സംഭവിച്ചത്? ഇത്ര അത്യാവശ്യപ്പെട്ട് സുജി നിന്നെ കാണാൻ മാത്രം. സുചി സുചി എന്തിനാ എന്നെ കാണാൻ ഇപ്പൊ വന്നത്? ഓ ഗോഡ്, ഇതെന്താ ഈ നടക്കുന്നേ? അമ്മ 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 ഞാൻ വന്നു. അമ്മ വയറ് വേഗമാ. അമ്മ അമ്മ എവിടെ അമ്മ? അമ്മ മുകളിലാണോ? ഞാൻ എന്ത് മിസ്റ്റേക്കാ ചെയ്ത്? എന്താ എന്താ എനിക്ക് എന്റെ അമ്മയെ കാണാൻ പറ്റാത്തത്? സോറി മാം. ഇറ്റ്സ് ഓക്കെ. പ്രീതു